ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്നൊരു തീയൽ വെക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ, ഉള്ളി തീയൽ. അപ്പോൾ അതിന് വേണ്ട ചെറിയുള്ളിയും പച്ചമുളകും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്ത് വന്നപ്പോൾ അതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പുളി ചേർത്താണ് വെക്കുന്നത്, അതുകൊണ്ട് മസാലക്കൂട്ടൊന്നും ചേർക്കുന്നില്ല. പുളി ചേർത്ത് വെക്കുന്ന തീയല കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ ചൂടാകുമ്പോഴത്തേക്ക് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇനി ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണേ. ഇതൊന്ന് വഴറ്റിയെടുക്കണേ. നമുക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അവിടെ പോയി ഇത് വഴന്ന് വരുന്നുണ്ടേ. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ തേങ്ങ വറുത്തു. ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് തേങ്ങ വറുത്ത് അതിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടി ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇതാക്കിയിട്ട് നല്ലപോലെ അരച്ചെടുത്ത് കേട്ടോ, നന്നായിട്ട് അരച്ചെടുത്ത്. അപ്പോൾ ഇനി ഇതിനകത്ത് ഉള്ളി വഴന്ന് വരുമ്പോൾ നമുക്ക് ആ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ശകലം പിഴിപുളി പിഴിഞ്ഞ് ഇച്ചിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി പുളി വേണ്ട, ശകലം പുളി മതി. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ തീയലുണ്ടാക്കുന്നത്? കമൻറ്റ് ചെയ്യണേ എല്ലാവരും. ഇപ്പോൾ ഇതിനുള്ള അരപ്പ് ഞാൻ അരച്ച് വെച്ചേക്കും കേട്ടോ, അരച്ച് ഞാൻ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇനി ഇത് വഴന്ന് വരുമ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ശകലം കപ്പളങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തോരൻ വെക്കാനേ. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ.
പിഴുപുളിയും കൂടെ പിഴിഞ്ഞ് ചേർക്കണം. നന്നായിട്ട് തിളയ്ക്കണം. പിഴുപുളി ഞാൻ നേരത്തെ ഇട്ട് വെക്കാൻ, കാരണം ഇതിന് ചെറുതായിട്ടുള്ള പുളി മതിയല്ലോ, ഒത്തിരി പുളി വേണ്ടല്ലോ. ഞാൻ മസാല ചേർത്ത് വെക്കുന്നില്ല, എപ്പോഴും മസാല ചേർത്താണ് ഇവിടെ തീയിൽ വെക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് ഇച്ചിരി പിഴുപുളി ചേർത്ത് വെക്കാമെന്ന് ഓർത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. അപ്പം കപ്പളങ്ങ തോരൻ വെക്കാനുള്ള തേങ്ങ തിരുമണം. കപ്പളങ്ങ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. കപ്പളങ്ങ നമ്മുടെ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ, നമ്മുടെ മുറ്റത്ത് വെപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് പറിച്ച് കപ്പളങ്ങ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തോരൻ വെക്കാനുള്ള തേങ്ങ തിരുമണം. തേങ്ങ തിരുമട്ടെ. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. കാശിക്കുട്ടൻ തേങ്ങയ്ക്ക് വന്ന് കൈ വെട്ടുന്നതല്ല, തേങ്ങ പൊട്ടിക്കുമ്പോഴേ വരും, തേങ്ങ വെള്ളത്തിന് വരും, അത് കഴിഞ്ഞ് തേങ്ങയ്ക്ക് വരും. അപ്പം ഞാൻ കൊടുക്കും. ഈ തേങ്ങ ഒരുപാട് നിന്ന് കൃമി വരും. തരാം. ഇനി നമുക്കിതിന് അരയ്ക്കാൻ വെളുത്തുള്ളിയും പച്ചമുളകും വേണേ. ഒന്ന് ചതച്ചെടുത്താൽ മതി. കാന്താരിമുളക് അരയ്ക്കുന്ന നല്ല ടേസ്റ്റ് കേട്ടോ. ഞാനിപ്പോൾ കാന്താരി ഇല്ലാത്തത് കൊണ്ട് പച്ചമുളക് അരയ്ക്കും കേട്ടോ. എന്തേ പച്ചമുളക് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം.
ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പം ഞാനതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തോരന് പാത്രം അടുപ്പേ വെക്കണം. അപ്പം നമ്മുടെ തീയൽ ഇവിടെ നല്ലതായിട്ട് തിളച്ച് ഇവിടെ വന്നിട്ടുണ്ട്. തീയൽ നന്നായിട്ട് തിളച്ച് ഉരുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി തോരനുള്ള പരിപാടി നോക്കാം. ഇത് കത്താൻ ഭയങ്കര പാടാണ്. ഈ ലൈറ്റ് നമുക്ക് പാത്രം ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. കടുക് പൊട്ടിക്കണം. കാശിക്കുട്ടനങ്ങ് അവിടെ പോയി TV കാണാം. അതുകൊണ്ട് കാശി ഇപ്പം എണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക് പൊട്ടിക്കണം. അപ്പോൾ നമ്മുടെ കപ്പളങ്ങ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇത്തിരി നേരം ഒന്നിതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേഗട്ടെ. അപ്പോഴത്തേക്ക് തീയൽ വാങ്ങി വെച്ചിട്ട് തീയലിന് കടുക് വറക്കാം കേട്ടോ. നമ്മുടെ തീയലിൽ ഞാൻ കടുക് വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ പാലപ്പച്ചട്ടിയിലാണോ വറക്കുന്നതെന്ന് ചോദിച്ചാൽ പാലപ്പ ഉണ്ടാക്കാൻ ഇപ്പം അത് ഇതിൻ്റെ ഇതൊക്കെ പോയി. അപ്പം ഞാൻ കടുക് വറക്കാനെ കൊണ്ട് എടുത്തതാണ് കേട്ടോ. കടുക് ഇനിയിപ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില ഇന്നില്ല.
കടുക് പൊട്ടി വരുന്നത്. ചില നേരത്ത് കടുക് പെട്ടെന്ന് പൊട്ടും. ഇന്ന് കണ്ടോ പൊട്ടാൻ താമസിക്കുന്നു. നമ്മുടെ തീയലിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുവാണേ കടുക്. അപ്പം നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം തോരനും കൂടെ നോക്കട്ടെ. തോരന് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണേ. ഞങ്ങളുടെ അവിടെയൊക്കെ പത്തനംതിട്ടയിലൊക്കെ, എൻ്റെ വീട് പത്തനംതിട്ട കേട്ടോ. അപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് ഓമയ്ക്കയെന്നാട്ടോ പറയുന്നത്. ഇവിടെ കപ്പളങ്ങയെന്നാണ് കോട്ടയത്തൊക്കെ പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്തുവാ ഇതിനൊക്കെ പറയുന്നതെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ആവിയിൽ വേവിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യുമ്പോഴേ നമുക്കതറിയാൻ പറ്റുള്ളൂ. ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. പരുവത്തിനുള്ള എരിവൊക്കെ കേട്ടോ. അപ്പം ദേ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീയൽ പിന്നെ ദേ കപ്പളങ്ങ തോരൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി, അപ്പോൾ ഇന്നലത്തെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി വേണം ഇന്ന് ഉച്ചയൂണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.